ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകിന് പകരമായിട്ട് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അതുകൊണ്ട് 4 അല്ലി വെളുത്തുള്ളി എടുത്താൽ മതി. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഓവർ ആവരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഞാനിതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോ ആണ്. കാരണം പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കടലക്കറി കട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് പൊട്ടാറ്റോ എന്തായാലും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് സമയം ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പൊട്ടാറ്റോ ഉള്ളിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടിയാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല എന്തായാലും ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുക. ഗരം മസാല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കാം. പൊടികളൊക്കെ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ചൂടായി വരട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള കടലയാണ് കേട്ടോ. കടല ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മസാലയും കടലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിരുന്നു, ഉപ്പാണ് അടുത്തതായിട്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഇത്ര മതി കേട്ടോ, കടലയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ മാത്രം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ വിസിലടിക്കുന്ന സമയത്ത് അത് വിസിലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്കൊക്കെ വരും. ഞാനിവിടെ ഫുള്ളിലിട്ടിട്ട് 3 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം തീ കുറച്ചിട്ട് 1 വിസിലും കൂടെ അടിച്ചു. എന്നിട്ട് ആവി പോയതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ കടലക്കറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കടല നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ കറിക്ക് അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. കണ്ടില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കടലക്കറി. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോക്ക് ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.